ഹോങ്കി അവന്റെ കമ്പനിയിലെ സോസേജസും മറ്റുമൊക്കെ സെർച്ച് ചെയ്ത് നോക്കുന്ന കൂട്ടത്തില് അതില് ഏനയുടെ ഫോട്ടോസ് കൂടി അവൻ കാണുകയാണ്. അങ്ങനെ അവനും ഏനനെ കോൾ ചെയ്ത് സെയിൽസ് ഒക്കെ കൂടിയതിന് അവളുടെ അടുത്ത് നന്ദിയും പറയുന്നു. അപ്പോഴായിരുന്നു അവൾ പബ്ബിൽ ഇരുന്ന് മദ്യമൊക്കെ കുടിക്കുന്നതിന്റെ ഫോട്ടോസ് കൂടി അവനും കാണുന്നത്. അവനും ഇപ്പോൾ അതേ പബ്ബിലൊക്കെ എത്തിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഫോട്ടോസ് ഒക്കെ എടുക്കുന്ന ആൾക്കാരുടെ അടുത്ത് അവളുടെ ഫോട്ടോസ് ഒന്നും എടുക്കരുത് എന്ന് പറയിക്കും. അവളുടെ തലയിൽ ഒരു തൊപ്പി വെച്ച് കൊടുക്കുകയും ചെയ്യുന്നു. ഞാൻ ജീഹ്വാന് വേണ്ടി 8 വർഷം കാത്തിരുന്നതാണ്. വേണമെങ്കിൽ ജീഹ്വാന് ഉണയോടുള്ള ഇഷ്ടം പോകുന്നത് വരെ കാത്തിരിക്കാനും ഞാൻ തയ്യാറാണ്. പക്ഷേ അവൻ എന്നെ ശ്രദ്ധിക്കാതിരുന്നതായിരുന്നില്ല. മറിച്ച് ആദ്യം മുതലേ അവന് ഉണയോട് മാത്രമായിരുന്നു സ്നേഹമൊക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇനി എത്രത്തോളം കാലം കാത്തിരുന്നിട്ടുണ്ടെങ്കിലും അവൻ എന്നെ സ്നേഹിക്കുമെന്നൊന്നും കരുതുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൾ വിഷമിക്കുമ്പോഴത്തേക്കും അവളെ സമാധാനിപ്പിക്കുവാനായിട്ട് ജീഹ്വാന്റെ കുറെ കുറ്റങ്ങളൊക്കെ പറയുകയായിരുന്നു ഹോങ്കിയും. ജിഹ്വാൻ തൊടുന്നതൊക്കെ നശിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അവനെ മര്യാദയ്ക്ക് ഒരു പണിയും ഏൽപ്പിക്കുവാനായിട്ട് സാധിക്കുകയില്ല. ചെവി പൊട്ടുന്ന രീതിക്കൊക്കെ അവൻ ദേഷ്യപ്പെട്ട് സംസാരിക്കും. ഒരു മനുഷ്യനായാല് എന്തെങ്കിലും ഒരു റിയാക്ഷനൊക്കെ എപ്പോഴെങ്കിലും കാണിക്കേണ്ടതല്ലേ. പക്ഷെ അവനാകട്ടെ സന്തോഷം വരുമ്പോഴും ഇഷ്ടപ്പെട്ട ഫുഡ് കിട്ടുമ്പോഴും എന്തിനേറെ പറയുന്നു, ഉറങ്ങുമ്പോൾ പോലും സെയിം എക്സ്പ്രഷനൊക്കെ ഇട്ടിട്ടാണ് ഇരിക്കുന്നത്. അവന്റെ സംസാരമൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ നീ ഉറങ്ങിപ്പോകുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ അവനെ പോലെയുള്ള ഒരു വ്യക്തിനെ നീ ഡേറ്റ് ചെയ്യാത്തത് വളരെയധികം നല്ല കാര്യമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹോങ്കി സംസാരിക്കുമ്പോഴത്തേക്കും എന്റെ ജീവിതം ഒരുപാട് ദുരന്തത്തിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അവനാണ് എന്നെ സഹായിച്ചത്. അവൻ എനിക്ക് വേണ്ടി ചെയ്തു തന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ഓർക്കുമ്പോഴത്തേക്കും അതുപോലെ മറ്റാരും തന്നെ എനിക്ക് വേണ്ടി ചെയ്തു തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്കതൊന്നും മറക്കുവാനായിട്ടും സാധിക്കുന്നില്ല എന്ന് ഇങ്ങനെ പറയുമ്പോൾ നീ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടൊക്കെയുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ സ്ട്രോങ് ആയിട്ട് നീ ഉള്ളത്. നിന്നെ ഓർത്ത് എനിക്ക് ഒരുപാട് അഭിമാനം തോന്നുന്നു എന്ന് ഹോങ്കിയും അറിയിക്കുന്നു. ജിഹ്വാന്റെ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്ന ആളുടെ കയ്യിൽ നിന്നും ആ ഒരു ഫോട്ടോസ് എല്ലാം തന്നെ കളക്ട് ചെയ്തിട്ട് ഇപ്പോൾ ജൂയെങ്ങും ജിഹ്വാനെ കാണിക്കുന്നു. ജിഹ്വാന്റെ അച്ഛൻ പറഞ്ഞിട്ടായിരുന്നു ഇതെല്ലാം തന്നെ അയാൾ ചെയ്തിട്ടുള്ളത് എന്നും കൂടി അവൻ പറയുകയാണ്. ഓൺഹ ജിഹ്വാനെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ അവന്റെ കൂടെ നടന്നിട്ടുണ്ടായിരുന്ന പല കാര്യങ്ങളും പണ്ട് കുഞ്ഞു ഹിനുവ് കൂടെ ഉണ്ടായിരുന്നപ്പോൾ നടന്നതായിട്ടൊക്കെ ഓർക്കുകയാണ്. നിലവിൽ നാർക്കോട്ടിക്സിന്റെ കേസൊക്കെ നിർത്തിവെക്കുവാനായിട്ടാണ് യാങ്ങിന്റെ ആൾക്കാരെ ശ്രമിച്ചത്. നമുക്കിപ്പോഴും ജോലിയും സ്ഥാനവും ഉണ്ടല്ലോ. സോ നമ്മൾ അൺഒഫീഷ്യലായിട്ട് അവരുടെ ഗ്യാങ്ങിനെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് അന്വേഷിക്കണമെന്നൊക്കെ ഹിനുവും പറയുന്നു. ജീഹാനും പ്രോസിക്യൂട്ടറും എല്ലാവരും തന്നെ ഇപ്പോൾ ഒന്നിച്ചൊക്കെ നിൽക്കുകയാണ്. അതിനെല്ലാത്തിനും കാരണം ഉൻഹയാണ്. അതുകൊണ്ട് തന്നെ നീ അവളെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് അന്വേഷിച്ചോ എന്ന് യാങ് ഗാംഗിലിന്റെ അടുത്തൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അവളുടെ പേരൻസ് ഒക്കെ ചെറുപ്പത്തിൽ തന്നെ ഡിവോഴ്സ് ആയതായിരുന്നു. അങ്ങനെ അവരെല്ലാവരും അവരുടെ വഴിക്കായിട്ടൊക്കെ പോയി. അവൾ ഒറ്റയ്ക്കുമായി. എന്തായാലും അവൾ 12 വയസ്സ് വരെ താമസിച്ച സ്ഥലം ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഗാംഗിൽ ഒരു സ്ഥലത്തിന്റെ പേരൊക്കെ പറയുമ്പോഴത്തേക്കുമാണ് ഇതേ സ്ഥലത്ത് തന്നെ ആയിരുന്നു നേരത്തെ ജിഹ്വാനും താമസിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നെന്ന കാര്യം യാങ്ങും മനസ്സിലാക്കുന്നത്. ഹീറോന്റെ ടീമും ഇപ്പോൾ മണി ലോണ്ടറിങ്ങിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നു. ജിഹ്വാന്റെ അച്ഛനായിട്ടുള്ള സിയോ ഫേക്ക് ആയിട്ടുള്ള ഒരു മദ്യ കമ്പനിയുടെ പേരൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നുമാണ് കാറ്റ് ക്ലബിലേക്ക് പണമൊക്കെ കൊടുക്കുന്നത്. അതെന്തായാലും സംഭവം ഇല്ലീഗലാണ്. ഈ ഒരു കമ്പനിയൊക്കെ തുടങ്ങിയിട്ട് ഇപ്പോൾ 8 വർഷമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ മൊത്തത്തിൽ പൂട്ടിക്കുവാനായിട്ട് കഴിഞ്ഞ 8 വർഷത്തെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ കളക്ട് ചെയ്യുവാനായിട്ട് ഹിനുവും അസിസ്റ്റന്റ്സിനോട് പറയുന്നു. ഓൺഹെയിം ഹ്യുനുവിനെ കോൾ ചെയ്തിട്ട് നമുക്കൊന്ന് മീറ്റ് ചെയ്താലോ എന്നൊക്കെ ചോദിക്കുകയാണ്. പിന്നീടായിരുന്നു ജീഹ്വാനും ഉൺഹെനെ കോൾ ചെയ്തിട്ട് അത്യാവശ്യമായിട്ട് ഞാൻ ഒരിടം വരെ പോവുകയാണ് എന്നും വരുവാനായിട്ട് ലേറ്റ് ആകുമെന്നും നീ വരുന്നത് വരെ വീട്ടിൽ നിന്ന് പുറത്തേക്കൊന്നും ഇറങ്ങുവാനായിട്ട് പാടില്ല എന്നുമൊക്കെ ഓൺഹയോടും പറയുന്നത്. അവളും അതെല്ലാം തന്നെ സമ്മതിക്കുന്നുമുണ്ട്. നീയാണ് ഉണഹ കാത്തിരുന്നിട്ടുണ്ടായിരുന്ന ഹിനു എന്ന് പറയുകയാണെങ്കിൽ അവൾക്ക് നിന്നോടുള്ള ഇഷ്ടമൊക്കെ കൂടുകയില്ലേ. സോ നിനക്ക് അതൊക്കെ അവളോട് പറഞ്ഞുകൂടെ എന്ന് ജോയിക ചോദിക്കുമ്പോഴത്തേക്കും അവളുടെ മനസ്സിൽ ഹിനുവിനെ കുറിച്ച് വളരെ നല്ല ഓർമ്മകളൊക്കെയാണ് ഉള്ളത്. അവൻ എവിടെയോ നല്ല രീതിക്ക് ജീവിക്കുന്നുണ്ടാകുമെന്നാണ് അവൾ വിശ്വസിക്കുന്നതും. സോ അവളുടെ വിശ്വാസവും ആ ഒരു ഓർമ്മകളും അങ്ങനെ തന്നെ നിൽക്കട്ടെ. അതൊരിക്കലും ഇല്ലാതാക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊരു മറുപടിയൊക്കെയാണ് ജിഹ്വാനും കൊടുക്കുന്നത്. ജീഹ്വാനും ജോയിങ്ങിനെ കൂട്ടാതെ ഒറ്റയ്ക്ക് അച്ഛനെ കാണുവാനായിട്ടൊക്കെ പോകുന്നു. ഉൺഹയും ഹ്യുനുവിനെ കണ്ടതിന് ശേഷം കുഞ്ഞു ഹ്യുനുവോ അത് ശരിക്കും ജീഹ്വാൻ തന്നെ ആയിരുന്നു എന്നൊക്കെ അവനോടും ചോദിക്കുകയാണ്. ഞാൻ ഇപ്പോഴുള്ള ഈ ഒരു പൊസിഷൻ വരെ എത്തുവാനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. നീ എന്നെ ജയിലിലൊക്കെ കയറ്റി. അതൊക്കെ പോട്ടെ എന്ന് ഞാൻ വെക്കാം. ഞാൻ ഇനി വീണ്ടും നമ്മുടെ പഴയ ഗ്യാങ് ഒക്കെ തുടങ്ങുവാനായിട്ട് പോവുകയാണ്. നീയും എത്രയും പെട്ടെന്ന് തേഴ്സ്ഡേ ഡിയർ ഒക്കെ നിർത്തിയിട്ട് എന്റെ ഒപ്പം കൂടണം. പിന്നെ നീ ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അങ്ങ് നിർത്തിയേക്ക്. നിനക്കൊരിക്കലും സാധാരണ ഒരു വ്യക്തിയായിട്ട് ജീവിക്കുവാൻ സാധിക്കുകയില്ല. നിനക്കും ഒരിക്കലും മാറുവാനായിട്ട് കഴിയുകയില്ല എന്നൊക്കെ അച്ഛനും അവനോട് പറയുന്നു.
ഓൺഹ ജിഹ്വാനെ ഒരുപാട് തവണ കോളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ജിഹ്വാന്റെ ഫോൺ ഉണ്ടായിരുന്നത് കാറിന്റെ അകത്തായിരുന്നു. ഇനി ജിഹ്വാനും തിരിച്ച് ജുവൈങ്ങിന്റെ അടുത്ത് എത്തുമ്പോഴത്തേക്കും ജുവൈങ്ങിനും ഒരുപാട് കോൾസ് ഒക്കെ വരുന്നുണ്ടെന്ന് ശ്രദ്ധിക്കുന്ന ജിഹ്വാനും അവനോട് കാറൊക്കെ എടുത്ത് പൊയ്ക്കോളുവാനായിട്ട് പറയുകയാണ്. മാത്രല്ല ജിഹ്വാൻ തനിച്ച് നടന്നു വന്നോളാം എന്ന് പറയുന്നു. ജുവങ് ഇപ്പോൾ മിഹോനെ കാണുവാനായിട്ടൊക്കെ ഓടിയെത്തുകയാണ്. ജുവങ് വരുന്ന വഴിക്ക് റോഡിലൊരു ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. സോ അവന് വണ്ടിയൊക്കെ അവിടെ നിർത്തിയിട്ട് പിന്നീട് ഇവളെ കാണുവാനായിട്ടൊക്കെ നടന്നു വരേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. മീഹോ ഒന്ന് വീഴുവാനായിട്ടൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും ജുവങ്ങും അവളെ പിടിച്ചൊക്കെ നിർത്തുകയാണ്. നീ ഇപ്പോൾ പ്രഗ്നന്റ് അല്ലേ? അങ്ങനെ ഇരിക്കെ നീ നല്ലതുപോലെ തന്നെ സൂക്ഷിക്കണം. ട്രിപ്പിനൊക്കെ പോയിട്ട് വന്ന സമയം തൊട്ട് നീ പ്രഗ്നന്റ് ആയിരുന്നു എന്ന കാര്യമൊക്കെ ഞാനും അറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ അവൻ പറയുമ്പോഴത്തേക്കും ഇത്രയും നാളും നിനക്കില്ലാത്തൊരു ഇഷ്ടമൊക്കെ എങ്ങനെ വന്നുവെന്ന് ഞാനും ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞിട്ട് കുഞ്ഞിന്റെ ഉത്തരവാദിത്വമൊക്കെ ഏറ്റെടുക്കുവാനായിരുന്നല്ലേ ഈ ഒരു സ്നേഹമൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നതെന്ന് മേഹോ ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ സ്നേഹം അഭിനയിച്ചതല്ല, മറിച്ച് നിന്റെയും കുഞ്ഞിന്റെയും ഉത്തരവാദിത്വമൊക്കെ ഏറ്റെടുക്കുവാനായിട്ട് ഞാൻ തയ്യാറാണ്. അതൊരിക്കലും നീ പ്രഗ്നന്റ് ആയ കാരണം കൊണ്ടല്ല, മറിച്ച് എനിക്ക് നിന്നെ ശരിക്കും ഇഷ്ടമായത് കൊണ്ടാണ്. ഒരു ഫാമിലി വേണമെന്നൊന്നും ഞാൻ ഒരിക്കൽ പോലും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ പോലും നിന്റെ പേരൻസിനെയും നിന്റെ ഫാമിലിനെയും കണ്ടതിന് ശേഷം ആ ഒരു ഫാമിലി എന്റെ കൂടി ഫാമിലി ആയിരുന്നെങ്കിൽ എന്നൊക്കെ ഞാനും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനും നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ അവൻ പറയുമ്പോൾ അവളും അവനെ സ്വീകരിക്കുകയാണ്. ഹ്യുനുവും ഷീഹ്വാനായിരുന്നു കുഞ്ഞു ഹ്യുനു എന്ന കാര്യവും അതുപോലെ തന്നെ ഊൺഹ തന്നെ ആയിരുന്നു പഴയ ഉൺഹ എന്ന കാര്യവും ഷീഹ്വാൻ അറിയാമെന്ന കാര്യവും എല്ലാം തന്നെ ഇപ്പോൾ ഉൺഹയുടെ അടുത്തൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരും അതൊക്കെ ഓർത്തുകൊണ്ട് ഓഫീസിലേക്ക് വരുമ്പോഴത്തേക്കും ലേഡി അസിസ്റ്റന്റ് പോകുവാനായിട്ടൊക്കെ തുടങ്ങി ഓഫീസിൽ തന്നെ നിൽക്കുകയായിരുന്നു. നീ ഒരു ദിവസം എന്നോടൊരു കാര്യമൊക്കെ പറഞ്ഞിട്ടില്ലായിരുന്നോ? നീ സ്നേഹിക്കുന്ന ആളുടെ അടുത്ത് നീ ഫീലിങ്സ് ഒക്കെ മറച്ചു വെച്ചാണ് നിന്നിട്ടുണ്ടായിരുന്നതെന്ന്. ഞാൻ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യമൊക്കെ നിന്നോട് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? അയാളുടെ അടുത്തുള്ള സ്നേഹമൊക്കെ എനിക്ക് മറക്കുവാനായിട്ട് സാധിക്കുന്നില്ല. അയാളെ നേരിട്ട് കാണുന്ന സമയത്ത് പോലും അതൊക്കെ മറച്ചു പിടിക്കുവാനായിട്ട് ഞാൻ ഒരുപാട് പ്രയാസപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഞാൻ അവളെ കാണാതിരിക്കണോ എന്നൊക്കെ ഹ്യുനുവ് ചോദിക്കുമ്പോൾ അതെല്ലാം തന്നെ നിന്റെ തീരുമാനങ്ങളാണ്. എന്നിട്ടും അവളെ മറക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ മറക്കുവാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും നിനക്ക് ഒരുപാട് വേദനയൊക്കെ തോന്നുന്നുണ്ട് എങ്കിൽ നീ മറ്റാരെങ്കിലും കണ്ടെത്തിയിട്ട് അയാളെ സ്നേഹിക്കുവാനായിട്ട് തുടങ്ങണം. അങ്ങനെ ആകുമ്പോഴത്തേക്കും ആ ഒരു വേദനയൊക്കെ തനിയെ മാറിക്കോളുമെന്നൊക്കെ ലേഡി അസിസ്റ്റന്റും പറഞ്ഞു കൊടുക്കുന്നു. ഓൺഹ വീടിന് വെളിയിലൊക്കെ വന്നതിന് ശേഷം ചിഹ്വാൻ എത്തിയിട്ടുണ്ടോ എന്നൊക്കെ വീടിനകത്തേക്ക് കോൾ ചെയ്ത് ചോദിച്ചപ്പോഴത്തേക്കും ചിഹ്വാൻ എത്തിയിട്ടില്ല എന്നൊരു മറുപടിയൊക്കെയായിരുന്നു അവൾക്കും കിട്ടിയത്. അതുകൊണ്ട് തന്നെ അവളും വഴിയിലൂടെയൊക്കെ നടക്കുകയാണ്. ചിഹ്വാനും ഇതേപോലെ തന്നെ വീടിന് മുമ്പിൽ ഇറങ്ങാതെ കുറച്ച് അകലേക്ക് ഇറങ്ങിയതിന് ശേഷം വഴിയിലൂടെ നടക്കുന്നു. അവർ രണ്ടുപേരും പണ്ട് നടന്നിട്ടുണ്ടായിരുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെയായിരുന്നു ഓർത്തോണ്ട് നടന്നത്. അങ്ങനെ ആലോചിച്ച് അവർ നടന്നു വരുമ്പോഴത്തേക്കും അവരും കണ്ടുമുട്ടുന്നു. നീ എന്താ ഹിനുവാണെന്നുള്ള സത്യം എന്റെ അടുത്തുനിന്ന് മറച്ചു വെച്ചത്? നിനക്കതൊക്കെ തുറന്നു പറഞ്ഞുകൂടായിരുന്നോ? നിന്നെ ആദ്യമായിട്ട് കണ്ടപ്പോൾ എനിക്ക് നിന്നെ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചില്ല എങ്കിൽ പോലും ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിന്നെ തിരിച്ചറിയാതെ പോയതിൽ നീയും എന്നോട് ക്ഷമിക്കുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഓൺഹ കരയുമ്പോഴത്തേക്കും ചീഹ്വാനും അവളെ ഹഗ് ചെയ്ത് സമാധാനപ്പെടുത്തുന്നു. മാത്രമല്ല ഓൺഹേനും അവൻ ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നുവെന്നും ഇത്രയും നാളും അവളുടെ അടുത്ത് നിന്ന് രഹസ്യങ്ങളൊക്കെ മറച്ചു വെച്ചതിന് തന്നോട് ക്ഷമിക്കണമെന്നും അവനും പറയുകയാണ്. ആ ഒരു സീനോട് കൂടി ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും വേഗം കാണാം. ബൈ.